ജോസഫ് സാർ, ഈ ഇന്നിപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകളുടെ ഒരു മുക്കാൽ പങ്കും പലയിടങ്ങളിലായി നടന്നിരിക്കുന്ന ലഹരി വേട്ട, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലഹരിപ്പൊതി വിഴുങ്ങി ഒരാൾ മരിച്ച സംഭവം, എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം, ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജ് ജോസഫ് സാർ, നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും ഗോവയിൽ നിന്നാണെങ്കിലും, ഇതെല്ലാം ഈ ലഹരി വസ്തുക്കളൊക്കെ വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന പാൻപരാഗ് അല്ലെങ്കിൽ ഈ അത്തരം വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനം, ഇതിൻ്റെ വ്യാപാരം, ഇതിലെ കണ്ണികളാക്കപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ വളരെ അനായാസം, ഇത് വളരെ സുലഭമായി ഈ വസ്തുക്കൾ കിട്ടുന്ന തരത്തിലേക്ക് അനായാസം ഇതിൻ്റെ വ്യാപനം സാധ്യമാകുന്ന തരത്തിൽ അത്രത്തോളം നിഷ്ക്രിയമാണോ ഇതൊക്കെ പരിശോധിക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ? ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളൊക്കെ പാഴ്ശ്രമങ്ങളല്ലേ? എങ്ങനെയാണ് അതൊക്കെ വിജയം കാണാൻ പോകുന്നത് ഉറച്ചൊരു സംവിധാനം നമുക്കില്ലെങ്കിൽ? ഉറച്ച സംവിധാനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഫലപ്രദമാകുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ 2 തലമുറ നശിച്ചു കഴിഞ്ഞു. അതിവിടുത്തെ സാമൂഹിക പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അംഗീകരിക്കുന്നില്ല. ഇതിൻ്റെ ബേസ് സ്കൂളും കോളേജ് തന്നെയാണ്. അവിടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു തലമുറ, അത് ഈ തലമുറയല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ അപ്പന്മാരും ആ തലമുറ ഉൾപ്പെട്ടവരാണ്. അവരാണ് ഈ കേരളത്തിലെ ഇപ്പം എന്ന് പറയാൻ 2 തലമുറ 45 വയസ്സിനകത്തുള്ളവർ. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി ആ തലമുറ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർക്കൊന്നും അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ്. നല്ലതായിട്ട് ഭാഷ എഴുതാൻ അറിഞ്ഞുകൂടാ, അത് വായിക്കാനും അറിഞ്ഞുകൂടാ, മുദ്രാവാക്യം വിളിക്കാൻ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. കാരണം കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല സ്കൂൾ കോളേജുകളിൽ. അവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ 2 തലമുറയാണ്. ആദ്യത്തെ തലമുറക്കാരെല്ലാം മന്ത്രിമാരും MLA ഒക്കെ ആയി പോയി കഴിഞ്ഞു. രണ്ടാമത്തെ തലമുറയിൽപ്പെട്ടവർ അതിലപ്പുറം കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രക്ഷപ്പെടുത്താൻ മാർഗങ്ങളില്ല. കാരണം പോലീസ് ശക്തമായിട്ടും അതുപോലെ എക്സൈസും അതിശക്തമായി നേരത്തെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന 10 കിലോ ആണെങ്കിൽ ഇപ്പോൾ 1000 കിലോയിലേ പിടിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ പോലീസും ഇവരും മാത്രം കൊണ്ട് നമുക്കിതിനൊരു പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 2 തലമുറ നശിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ. പൂക്കോട് നടന്ന എന്താണ്, ഓരോ കോളേജിലും നമ്മൾ നോക്കിക്കോളൂ. കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ MDMA കഴിച്ചിട്ടും, അദ്ദേഹം ഒരു പേരൻറ്റ് പറഞ്ഞല്ലോ, ചില MDMA സിന്തറ്റിക് കഴിച്ചാൽ അത് കൊന്ന് പോകുന്ന ഒരു ചിന്തയാണ് വരുന്നത്. അതാണ് ഇത്രയും വലിയ. നമുക്ക് അഫാൻ്റെ കേസ് തന്നെ എടുത്തുള്ളൂ. ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും പലരും പക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് കൊല്ലാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അവന് ഇപ്പോഴും ഉണ്ട്. അത് പോലീസ് കസ്റ്റഡിയിലായാലും ശരി, ജയിലിൽ കിടന്നാലും ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് സൃഷ്ടിച്ചത് അത് ഡ്രഗ്സ് തന്നെയെന്നാണ് ഞാൻ പറയുന്നത്. ആ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് സ്വല്പം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ അത് ബ്ലഡിൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ 2 തലമുറ നശിച്ചു പോയി. ഇനി 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അത് പേരൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് നിന്നാൽ അവരെ നമുക്ക് ആ തലമുറ വെളുപ്പം രക്ഷപ്പെടുത്തി എടുക്കാം. കാരണം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ ഒരു സാധനം കിട്ടാനായിട്ട് അവർക്ക് അതിൻ്റെ ശൃംഖലകളുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കേരളത്തിൽ തന്നെയാണ്. ആവശ്യമില്ല, 15 മിനിറ്റിനകം എവിടെ വേണേലും. ഇപ്പം മൂന്നാറിലുള്ള ഒരാൾക്ക് ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വിളിച്ചു പറഞ്ഞാൽ അത് ശൃംഖല ആത്മം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ എത്തിച്ചിരിക്കും. അതാണ് 15 മിനിറ്റ് എന്നുള്ള സമയത്ത് നമുക്ക് കിട്ടും. പല 2 വീലേഴ്സും പല ഓട്ടോ ഡ്രൈവറും നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നവർ പലരും ഇതിൻ്റെ ഏജൻറ്റുകളാണ്. എവിടെ നിൽക്കുന്നു അവിടെ മെസ്സേജ് എത്തും. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് കൈ കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നടക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലായി കഴിഞ്ഞാൽ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. അതായത് തിരുവല്ലയിൽ ഒരു 3.5 ഗ്രാം MDMA-യുമായി ഒരു യുവാവ് പിടിയിലായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പിന്നീട് അന്വേഷിച്ചപ്പോൾ 10 വയസ്സുകാരനായ മകൻ്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അത് MDMA ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നത് രക്ഷിതാവാണ് നമ്മുടെ കേരളത്തിൽ. പിന്നെ ഞാൻ ഈ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് പറയാൻ ഒരു കാരണം ജോർജ് സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു വടക്കാഞ്ചേരി സ്വദേശിയായിരുന്ന ഷഹബാസിൻ്റെ. അപ്പോൾ ഷഹബാസ് ഈ ലഹരിയിൽ അടിമപ്പെട്ട് അതിൽ കുടുങ്ങിപ്പോയ ഒരാളായിരുന്നു. അതിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്നാണ്. അയാൾ പറഞ്ഞത് ലഹരി കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞപ്പോൾ ജയിൽ മുറിയിലെത്തി ലഹരി വസ്തുക്കൾ എന്നാണ്.
ജയിൽ മുറിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ടെത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അല്ല, നമ്മുടെ അയഞ്ഞ സമീപനം, ജയിലിനകത്ത് കൊലക്കേസ് ചെയ്ത് കിടക്കുന്ന ആൾക്ക് എത്ര വേണേലും അവിടെ ഇപ്പം MDMA ലഹരി മരുന്നോ കഞ്ചാവോ എന്ത് വേണേലും കിട്ടും. അങ്ങനെ അങ്ങ് പോയി. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. അടിസ്ഥാനപരമായി എല്ലാ രംഗത്തും അപജയം സംഭവിച്ച് കഴിഞ്ഞു പോയി. അത് ജയിലിലായാലും ശരി, ജയിലിൽ പിടിച്ചിട്ടാൽ അവർക്ക് എല്ലാവർക്കും സുലഭമായിട്ടല്ല സാധനം. ജയിൽ ജീവനക്കാരൊക്കെ ഇതിൻ്റെ ഒരു കൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. അവിടെ ചെറിയൊരു വിഭാഗം ആൾക്കാർ ഓണസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ട്, മറ്റവർ തല്ലിക്കൊല്ലും അവരെ. കേരളം അതുപോലെ അതപ്പതിച്ചു പോയി. ഇത് പറയാതിരിക്കാൻ ഒക്കില്ല. ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞ് അത് ഈ SFIയെ നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. കാരണം അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ തലമുറ മുഴുവൻ നശിപ്പിച്ചത്. അത് പ്രോഹിബിറ്റ് ചെയ്യേണ്ട പാർട്ടിയാണ്. അത് DYFIക്കാരെ പറ്റി ഞാൻ പറയുന്നില്ല. ഈ SFIക്കാർ എന്താണ് അവർ കാണിച്ച പോക്കോടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ആ ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നതിന് അതൊക്കെ എന്താണ് ആ വയലൻസിലോട്ട് പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം? അത് ഡ്രഗ്സ് തന്നെ. അവിടെ ഞാൻ ഒരൊറ്റ കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ ജോർജ് ജോസഫ് സാർ, ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇപ്പോൾ റാഗിംഗ് പോലെയുള്ള സംഭവങ്ങൾ അത് ക്രൂരമായ നിലയിലേക്ക് പോകുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ ഈ കോളേജ് ക്യാമ്പസിനകത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, ഇതൊക്കെ ഒരു കാലത്ത് ലഹരിക്കെതിരെയും ലഹരിയുടെ ഈ തരത്തിലുള്ള രാസലഹരി വസ്തുക്കൾക്കെതിരെയുമൊക്കെ നിലപാടെടുക്കുകയും ക്യാമ്പസുകളിൽ വളരെ നവീകരണത്തിൻ്റെ ഒരു ശബ്ദമായി മാറുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ പറഞ്ഞ SFIയോ KSCO ABVP എന്നുള്ളതല്ല, ഏത് വിദ്യാർത്ഥി സംഘടന ആയാലും അങ്ങനെയൊക്കെ ഒരു നല്ല കാലം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത ഒരു കാലം അവർക്കുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ മാത്രം പഴി പറയുന്നതിൽ കാര്യമുണ്ടോ ജോർജ് ജോസഫ് സാർ? ആ കാര്യമുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്ര മഹാരഥന്മാരെ കേരളം കണ്ട ബുദ്ധിജീവികളെല്ലാം വന്ന സ്ഥലമല്ലേ? അവിടെയല്ലേ ഏറ്റവും കൂടുതലധികം കുട്ടികളെ പീഡിപ്പിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് ഒത്തിരി കൊണ്ട മനുഷ്യനാണ്. സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ധാരാളം കൊണ്ടിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പറ്റിയതല്ല, ഇത് പ്രോഹിബിറ്റ് ചെയ്യണം. ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ആ ക്യാമ്പസിൽ നിന്ന് വലിയ ആൾക്കാർ വന്നെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ക്യാമ്പസിൽ നിന്ന് വരുന്നെല്ലാം ക്രിമിനൽസാണ് ഭൂരിപക്ഷം ആൾക്കാർ. അവിടെ പഠിക്കാനൊന്നും അല്ല, മുദ്രാവാക്യം വിളിക്കാനാണ്. ഇത് നിരോധിക്കേണ്ട സമയം എത്രയോ നാളുകൊണ്ട്. കോളേജ് രാഷ്ട്രീയം എന്തിനാണ്? രാഷ്ട്രീയത്തിൽ ഇത്ര വലിയ സംവിധാനം എന്തിനാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ അതിന് ഇത്ര സംവിധാനം എന്തിനാണ് ഇന്ത്യയിൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ഇതെല്ലാം വ്യവച്ഛേദിച്ച് കാണാനും അവർക്ക് അതിനുള്ള ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ട്. അവർ ചെയ്തോളും. എന്തിനാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ രാഷ്ട്രീയം കലർത്തി വിടുന്നത്? അത് നിർത്തണം. അത് ഏത് പാർട്ടിക്കാരായാലും ശരി, അത് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം നശിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, നേരത്തെയൊക്കെ നശിക്കൂ എന്നേ പറയുള്ളായിരുന്നു, ഇപ്പം നശിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏതൊക്കെ നമ്മൾ ഓരോന്നെടുത്ത് നോക്കി, എല്ലാ ജില്ലകളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ നമ്മൾ ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് എന്താണ് കണ്ടത്? ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ കുട്ടികൾ ചെയ്തത്. ദേഹം മുഴുവൻ വരിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക, അതിനകത്ത് മറ്റ് സൊല്യൂഷൻസൊക്കെ ഒഴിക്കുക, അവൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ ഡമ്പൽ കെട്ടി തൂക്കുക. ഇതൊക്കെ ഏത് രാജ്യത്താണ് നമ്മൾ കണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിലെങ്ങും ഒരിടത്തും ഇല്ല. അപ്പം കുട്ടികളെല്ലാം അവരുടെ മാനസികമായി വളർന്നിരിക്കുന്നത് ക്രിമിനാലിറ്റി സൈഡിലോട്ട് മാത്രമുള്ള വളർച്ചയുള്ളൂ. ഇവിടെ പഴയ പൂർവികരായ അല്ലെങ്കിൽ നമ്മുടെ പൂന്താനം പോലെയുള്ളോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്ന ആ കവികളെയോ ആ സാംസ്കാരിക നായന്മാരെ പറ്റിയൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് ചെകുവേരയും മറ്റുമൊക്കെയാണ് വിപ്ലവം ഉണ്ടാക്കുന്നത് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ നശിച്ചല്ലോ, ഇനി എന്താ നശിക്കാനിരിക്കുന്നത്? അപ്പോൾ ഇനി അടുത്ത 5ാം ക്ലാസ് വരെയുള്ള ആൾക്കാരിലെ പ്രതീക്ഷിച്ചർപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം നശിച്ചു. അത് തന്നെയല്ല, പെൺകുട്ടികളും ആ ലെവലിൽ വന്നല്ലോ. കാരണം കൊല്ലത്ത് തന്നെ കണ്ടില്ല, നഴ്സിംഗ് കോളേജിൽ ഒരു കൊച്ചു മോളിൽ നിന്ന് എടുത്ത് ചാടിയത് സീനിയർ 3 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിട്ടല്ലേ ചാടിയത്. അവന് എവിടെ അല്ലാത്തത്? പിന്നെ നമ്മളിപ്പോൾ അഫാൻ്റെ വളർച്ച കണ്ടില്ലേ? ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മുടെ അഫാൻ്റെ വളർച്ച. കാരണം അയാൾ 5 പേരെയാണ് കൊന്നിരിക്കുന്നത്, അയാൾക്ക് ദുഃഖമില്ല, ഒന്നുമില്ല. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പറഞ്ഞു? അയാളൊരു ഡ്രോപ്പ് ഔട്ടാണ് സ്കൂൾ അല്ലേ. അപ്പോൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു. അതല്ല അയിരൂര് നമ്മൾ എന്താ കണ്ടത്? അയിരൂര് എന്ന് പറഞ്ഞാൽ വെള്ളറയ്ക്കടുത്ത് അപ്പൻ്റെ കഴുത്തറക്കുന്ന മകനെയല്ലേ കണ്ടത് നമ്മൾ. അപ്പം കുട്ടികൾക്കൊന്നും ശാസ്ത്രബോധം എന്ന് പറയണതില്ല. അത് സംഘടനാ ശക്തിയും അതുപോലെയുള്ള മുദ്രാവാക്യം വിളിച്ച് എന്തും കോളേജിനകത്ത് കാണിക്കാമെന്ന്. അത് നാട്ടിൽ കാണിച്ചാൽ നാട്ടുകാർ ഇടപെടും, കോളേജിനകത്ത് കാണിച്ചാൽ അവിടെ പോലീസ് കയറത്തില്ല അധികം. അപ്പം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത് തന്നെ അത് രാഷ്ട്രീയം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നത്.
ആ കുട്ടികളെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സംവിധാനം, കോളേജ് ഹോസ്റ്റല് അല്ലെങ്കിൽ കോളേജിലെ സ്കൂളിലെ പരിച്ഛേദം രാഷ്ട്രീയം പ്രൊഹിബിറ്റ് ചെയ്യണം. കുറെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമായിട്ട് അത് ശരി, രാഷ്ട്രീയത്തിന്റെ ഭാഗം ശരി. ഏതായാലും ജോർജ് ജോസഫ് സാർ, നമുക്ക് അത് വിശദമായി സംസാരിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ലഹരി മാഫിയകൾ കേരളത്തിൽ ഇങ്ങനെ വിലസുന്നതിന് കാരണക്കാരായി രാഷ്ട്രീയക്കാരെ എങ്ങനെ കാണാൻ കഴിയും എന്നതാണ് ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം.